ഹലോ, വെൽക്കം ബാക്ക് ടു ജന്നാസ് റെസിപ്പീസ്. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. വീട്ടിലുള്ള കുറഞ്ഞ ചേരുവകൾ മതി നമുക്കിത് ഉണ്ടാക്കാനായിട്ട്. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. നമുക്ക് ഒരു 10-20 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുകയും ചെയ്യും. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും കൂടി മറക്കരുത്. അപ്പോൾ ഈ പുഡിംഗ് ഉണ്ടാക്കാനായിട്ട് നമുക്കൊരു സോസ് പാനിലേക്ക് ഒരു 5 ഗ്രാം ചൈന ഗ്രാസാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് സമയം കുതിർത്താനായിട്ട് വെക്കാം. പിന്നെ നമുക്ക് ഒരു 10 ഗ്രാം ചൈന ഗ്രാസ് കൂടി ആവശ്യമുണ്ട്. അതിലേക്ക് 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് അതൊന്ന് കുതിർന്ന് വരാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ആദ്യം മാറ്റി വെച്ചിട്ടുള്ള 5 ഗ്രാം ചൈന ഗ്രാസ് നമുക്കൊന്ന് മെൽറ്റാക്കി എടുക്കണം. അതിനായിട്ട് സ്റ്റൗവിലേക്ക് വെച്ചിട്ട് ഒന്ന് മെൽറ്റാക്കി എടുക്കാം. നമ്മളിത് കുതിർത്തിയെടുത്തത് കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഇത് മെൽറ്റായി കിട്ടുകയും ചെയ്യും. നന്നായിട്ട് മെൽറ്റായിട്ട് വന്നാൽ ഇതിലേക്ക് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം പഞ്ചസാരയാണ് ചേർത്തിട്ടുള്ളത്. നമ്മളുടെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇതൊരു പാകത്തിനുള്ള മധുരമാണ്. പഞ്ചസാര ചേർത്തിട്ട് മിക്സ് ആക്കിയാൽ നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് ചേർത്തിട്ടുള്ളത്. കോഫി പൗഡർ കൂടി ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ആക്കി എടുക്കാം. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്കിത് ഒന്ന് സെറ്റാക്കി എടുക്കണം. അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് ഒന്ന് അരിച്ചൊഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഒരു 10-15 മിനിറ്റ് ഒന്ന് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കുമ്പോൾ തന്നെ ഇത് നന്നായിട്ട് സെറ്റായിട്ട് ഒരു ജെല്ലി ഫോമിലായിട്ട് വരും. ഇത് സെറ്റ് ആവുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഇതിന് മുകളിലുള്ള ബബിൾസ്, പത പോലെയുള്ള ബബിൾസ് ഒന്ന് കോരി മാറ്റാം. അല്ലെങ്കിൽ നമ്മളിത് സെറ്റാക്കി എടുക്കുന്ന സമയത്ത്, സെറ്റായി വരുന്ന സമയത്ത് കാണാൻ അത്രയ്ക്ക് ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ അതൊന്ന് മാറ്റിയിട്ട് നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമ്മൾ ആദ്യം മാറ്റി വെച്ചിട്ടുള്ള 10 ഗ്രാം ചൈന ഗ്രാസ് ഈ ഒരു പാത്രത്തിലേക്ക് തന്നെ മാറ്റിയിട്ട് ഒന്ന് മെൽറ്റാക്കി എടുക്കുകയാണ്. പിന്നെ പാല് ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഒരു പാക്കറ്റ് പാലാണ് എടുത്തിട്ടുള്ളത്, 500 ml. അപ്പോൾ 2 കപ്പ് പാൽ, 500 ml എന്ന് പറയുമ്പോൾ 250 ml കപ്പിന് 2 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് ചൂടായിട്ട് വരട്ടെ. ചൂടായിട്ട് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ട് ഞാൻ കണ്ടൻസ്ഡ് മിൽക്കാണ് ചേർക്കുന്നത്. കണ്ടൻസ്ഡ് മിൽക്കോ അല്ലെങ്കിൽ പഞ്ചസാരയോ ചേർക്കാം. കണ്ടൻസ്ഡ് മിൽക്ക് ആകുമ്പോൾ കൂടുതൽ ടേസ്റ്റാണ്. നമ്മളുടെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. കണ്ടൻസ്ഡ് മിൽക്കും പഞ്ചസാരയും കൂടി പകുതി എടുത്താലും മതി. ഞാനിപ്പോൾ മുഴുവനായിട്ട് കണ്ടൻസ്ഡ് മിൽക്ക് എടുത്തിട്ടുണ്ട്. ഒരു 1/2 ടിന്നിലും കൂടുതലായിട്ട് കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. കണ്ടൻസ്ഡ് മിൽക്ക് അടിയിൽ കട്ട പിടിച്ച പോലെ ഉണ്ടാവും. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് കോഫി പൗഡറാണ് ചേർക്കേണ്ടത്. അപ്പോൾ ഞാനിതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ കോഫി പൗഡർ ഈ സമയത്ത് ചേർത്തിട്ടുണ്ട്. കോഫി പൗഡർ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു എക്സ്ട്രാ ടേസ്റ്റിനായിട്ട് 1 ടേബിൾ സ്പൂൺ ഓർലിക്സ് ചേർക്കുന്നുണ്ട്. നമ്മുടെ കയ്യിൽ ഓർലിക്സോ ബൂസ്റ്റോ അങ്ങനെ എന്തെങ്കിലും കയ്യിലുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ചേർത്തില്ല എന്ന് വെച്ചിട്ടും കുഴപ്പമൊന്നുമില്ല. ചേർത്താൽ കുറച്ചുകൂടി ഒരു എക്സ്ട്രാ നല്ലൊരു ടേസ്റ്റ് കൂടി ഉണ്ടാവുമെന്ന് മാത്രം. ഓർലിക്സ് കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഈ സമയം കൊണ്ട് നമ്മൾ മെൽറ്റ് ആവാൻ വേണ്ടി വെച്ചിട്ടുള്ള ചൈന ഗ്രാസ് ഒക്കെ മെൽറ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതുകൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കാം. ചൈന ഗ്രാസ് ചേർത്താൽ പിന്നെ ഒരുപാട് സമയം തിളപ്പിക്കേണ്ട ആവശ്യമില്ല. എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആക്കി എടുത്താൽ ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്കിത് സെറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം മാറ്റി വെച്ചിട്ടുള്ള കോഫി ജെല്ലി മിക്സ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ചെറിയ ക്യൂബ്സ് ആയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് വേണം നമുക്കിത് സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഈ ഒരു സൈസിൽ ചെറുതായിട്ട് കട്ട് ചെയ്ത് ചെറിയ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഏത് പാത്രത്തിലാണോ പുഡിങ് സെറ്റ് ചെയ്യുന്നത് ആ പാത്രത്തിലേക്ക് അടിയിലേക്ക് കുറച്ച് ഇത് കോഫി ജെല്ലി ഇട്ട് കൊടുക്കാം. കുറച്ച് ഭാഗം ഇങ്ങനെ നിരത്തി ഇട്ട് കൊടുക്കാം അടിയിൽ കാണുന്ന രീതിയിൽ. എന്നിട്ട് അതിന് മുകളിലേക്ക് നമുക്ക് പാലിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കണം. പാലിൻ്റെ മിക്സ് മുഴുവനായിട്ട് ഒഴിക്കാതെ ഞാൻ പകുതി ഭാഗം ഈ സമയത്ത് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി അതിൻ്റെ മുകളിലേക്ക് ബാക്കി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ജെല്ലിയുടെ മിക്സ് കുറച്ചുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മുഴുവനായിട്ട് ഇട്ട് കൊടുക്കേണ്ട, നമുക്ക് കുറച്ച് മുകളിൽ ഗാർണിഷിങ്ങിനായിട്ട് കുറച്ച് മാറ്റി വെക്കണം. അപ്പോൾ കുറച്ച് ഈ സമയത്ത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ബാക്കിയുള്ള പാലിൻ്റെ കൂട്ട് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കുക. പാലിൻ്റെ കൂട്ട് മുഴുവനായിട്ട് മുകളിൽ ഒഴിച്ചു കൊടുത്താൽ പിന്നെ അതിൻ്റെ മുകളിൽ ബാക്കിയുള്ള ജെല്ലി ക്യൂബ്സ്, കോഫീൻ്റെ ജെല്ലി ക്യൂബ്സ് ഇട്ടിട്ട് ഒന്ന് ഗാർണിഷ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള പോലെ ഗാർണിഷ് ചെയ്യാം. ഞാനിപ്പോൾ ഇത് അവിടെ ഇവിടെ ആയിട്ട് വരുന്ന രീതിയിൽ ഒന്ന് ഗാർണിഷ് ചെയ്തെടുക്കുകയാണ്. ഇതുപോലെ നമ്മളിത് ഇടുന്ന സമയത്ത് താഴേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു 2-3 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്താൽ കുറച്ചൊന്ന് സെറ്റായിട്ട് വരും. ആ സമയത്ത് നമുക്കിത് മുകളിലിട്ടാൽ ഇതുപോലെ മുകളിൽ പൊങ്ങിക്കിടക്കുന്ന രീതിയിൽ കിട്ടും. അപ്പോൾ ഞാൻ കുറച്ച് സമയം വെച്ചിട്ട് മുകളിൽ കുറച്ച് ജെല്ലി ക്യൂബ്സ് കൂടി ഇട്ടിട്ട് ഒന്ന് ഗാർണിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു കോഫി പുഡിംഗ് ആണ് ഇത്. നമുക്കിനി ഒരു 1-2 മണിക്കൂർ ഫ്രിഡ്ജിൽ നന്നായിട്ട് തണുപ്പിച്ചെടുത്തതിന് ശേഷം കട്ട് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഒരു 2 മണിക്കൂറോളം തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് നല്ല സ്മൂത്തായിട്ട് നല്ല രീതിയിൽ തന്നെ കിട്ടും ഇത് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കട്ട് ചെയ്ത് സെർവ് ചെയ്യാം. അടിപൊളി ടേസ്റ്റാണ്. നമുക്ക് കോഫിയുടെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടമാവുന്നൊരു പുഡിംഗ് ആണ്. ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കുക.
നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും കൂടി മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.